بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني لا إله إلا أنا فاعبدني واقم الصلاة لذكري. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു ഏറ്റവും അധികം ബറക്കത്ത് നൽകുന്ന ഒരു പ്രഭാതത്തിൻ്റെ വേളയിൽ സുബഹിൻ്റെ ഫർള് നമസ്കാരം അടക്കമുള്ളത് കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. നാഫിയായ ഉപകാരപ്രദമായ അറിവിനു വേണ്ടി നാം ഒരുമിച്ച് കൂടിയ ഈ ഒരു മജ്ലിസിൽ അള്ളാഹുവിൻ്റെ ഖൈറുകളും ഫضലുകളും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സിൽ വരാറുള്ള ആളുകൾ പലരും രോഗികളായവരുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫ നൽകുമാറാകട്ടെ. ഈ ജീവിതത്തിൽ പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ, സിദ്ദീഖുമാർ വരെ അവരുടെ അവധി കഴിഞ്ഞ് ലോകത്തുനിന്ന് പോയിട്ടുണ്ട്. ഒരുപക്ഷേ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ അവധി എത്തും എന്നതും ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇന്നലെ വരെ മണ്ണിൻ്റെ മുകളിലൂടെ നടന്നുപോയ മനുഷ്യർ അവരുടെ അവധി കഴിയുന്നതോടെ മണ്ണിനടിയിലേക്ക്, താഴ്ചയിലേക്ക് മാറ്റിമറിക്കപ്പെടുകയാണ്. മണ്ണിലൂടെ ചവിട്ടി നടന്നിരുന്ന മനുഷ്യർ മറ്റുള്ളവന്റെ ചുമലിലേറി, മയ്യത്തുകട്ടിലേറി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യന്റെ മരണം എന്നത് ഒരാൾക്കും അറിയാനോ പറയാനോ സന്ദേശമായി എത്തിക്കാനോ സാധ്യമാകാതെ അള്ളാഹുവിൻ്റെ അടുത്തും മാത്രം കിടക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം അവൻ അറിയാം, അവൻ ഇന്നല്ലെങ്കിൽ മറ്റൊരു നാൾ അവൻ മരിക്കുമെന്നത് അവന് ഏതു സമയത്തും അവന് ബോധ്യമുണ്ടാവണം. പാനൂരിൽ ഒരു പള്ളി ഇമാം, 27 വയസ്സുകാരൻ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ആനക്കര എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ, അദ്ദേഹത്തെ കല്യാണം കഴിഞ്ഞ് 1.5 മാസമായിട്ടുള്ളൂ. രാത്രി കിടന്നുറങ്ങി, രാവിലെ ബാങ്ക് കേൾക്കാതായപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് മരിച്ചു കിടക്കുന്ന രംഗം കാണുന്നത്. ഈ അടുത്ത് നടന്ന പല ദിവസങ്ങളിലും നടന്നിരുന്ന സംഭവങ്ങളൊന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ അവസാനത്തെ കുളി കഴിഞ്ഞ് പോവാണ്. കാഴ്ച കാണാൻ പോയി നിന്ന ആളുകൾ വീഴുകയാണ്, മറിയുകയാണ്. എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം ഇത് വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എവിടെ, എങ്ങോട്ട്, എവിടെ പോയിരുന്നാലും
ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ മരണം പിടികൂടുന്നതാണ്. കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കോട്ടയുടെ ഉള്ളിലാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ ഞാൻ സേഫാണ് എന്ന് വിചാരിച്ചോടത്ത് വരെ അവിടെ വരെ നിങ്ങളെ വന്ന് പിടിക്കാൻ മരണത്തിന് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എവിടെ മരിക്കുന്നു, എങ്ങനെ മരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി അവന്റെ നിലപാട് തന്നെയാണ്, അവൻ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ഒരാളുടെ അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന, സ്വർഗത്ത് പ്രവേശിക്കും. നമുക്ക് എത്ര പേർക്ക് സാധ്യമാകും അങ്ങനെ പറയാൻ? നമുക്ക് എത്ര പേർക്ക് അങ്ങനെ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ഈമാന് കൊണ്ടും അമലു സാലിഹാത്ത് കൊണ്ടും അത് സാധിക്കും? കുട്ടികൾക്ക് മുൻപിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഫസലുദ്ദീൻ മാസ്റ്റർ നമ്മുടെയൊക്കെ ഒരു അറബിക് കോളേജിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ കസേരയിൽ ഇരുന്നങ്ങ് വീഴേ. ഒരു പ്രായമായ റേഷൻ കട നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നാട്ടില് ഒരു ഗാനമേള സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടി ഇങ്ങനെ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് കുഴഞ്ഞു വീഴാണ്. നമുക്കൊരിക്കലും അറിയാൻ കഴിയാത്ത വിധേന ഇതെന്റെ അവസാന മൊമെന്റ് ആണ്, ഇതെന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് എന്ന് പോലും അറിയാൻ കഴിയാതെ മനുഷ്യൻ അശക്തനായ ദുർബലനായ ഒരു ജീവിയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ലോകത്ത് വന്ന അമ്പിയാക്കന്മാര്, പ്രവാചകന്മാര് പോലും എത്ര നല്ലവരായി ജീവിച്ചിട്ട് പോലും അവർക്ക് മുമ്പിൽ മരണം വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞു, പ്രവാചകരെ, മുമ്പ് കഴിഞ്ഞു പോയ ആളുകളൊക്കെ മരിച്ചുവെങ്കിൽ നബി നിങ്ങളും മരിക്കും, എല്ലാവർക്കും മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്. ബുദ്ധിമാന്റെ അടയാളം എന്താണ്? അൽ ഖയ്യീസ്. ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. മരണം ഉണ്ടെന്ന് പഠിക്കലല്ല ബുദ്ധിമാൻ. മരണത്തിന്റെ വാർത്തയിൽ ഞെട്ടിത്തരിക്കുന്നവനല്ല ബുദ്ധിമാൻ. മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അറിഞ്ഞു ഒരുങ്ങി പണിയെടുക്കുന്നവനാണ് അൽ ഖയ്യീസ്. ഖയ്യീസ് എന്നാ വിളിച്ചത്. ബുദ്ധിമാൻ അവനാണ്. ഇസ്തിഅദാദ് നടത്തുന്നവനാണ്, മുന്നൊരുക്കം നടത്തുന്നവനാണ്. റമദാൻ കഴിഞ്ഞു, ബലിപെരുന്നാൾ കഴിഞ്ഞു. നമ്മുടെ അമാന്തവും നമ്മുടേതായ ദിനചര്യകൾ വരെ എത്രമാത്രം പിറകിലെത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. കൃത്യമായ സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ? ദിക്റുകളുണ്ടോ? ഇസ്ലാമികമായ സദസ്സുകളിൽ നമുക്ക് സജീവമാകാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഫോണിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളും ഓഡിയോകളും വീഡിയോകളും അടക്കമുള്ള നന്മകൾ, നാം അറിയാത്ത നന്മകൾ എത്രയോ ഉണ്ട്, നമ്മളത് തുറന്നു നോക്കലുണ്ടോ? നമ്മൾ എന്തോ ഒരു തരത്തിൽ, ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആനിലെ ചരിത്രങ്ങൾ വായിച്ചാൽ, ഖുർആനിലെ സംഭവ ചരിത്ര കഥകൾ നമ്മൾ വായിച്ചാൽ, എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ കാണാം. അവിടെ അവരുടെ ജീവിതകാലത്തെ നന്മകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എവിടെ വെച്ച് മരിച്ചു, ഏത് റൂമിൽ മരിച്ചു, ഏത് സ്ഥലത്ത് മരിച്ചു, ഖുർആനിൽ ഒരു സ്ഥലത്തും പ്രതിപാദ്യമല്ല. അവരുടെ മരണം വരെയുള്ള ചരിത്ര സംഭവങ്ങളെയാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആനിലെ കഥകൾ നിങ്ങൾ വായിച്ചാൽ, ഖുർആനിലെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, കഥകൾക്കും ചരിത്രത്തിനും വലിയ പ്രസക്തി ഉണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ ഖുർആനിൽ ഇത്രയും ചരിത്രങ്ങൾ കൊടുക്കൂ? വേണ്ട. ഞാൻ നിങ്ങളോട് ഈ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു ചരിത്രം പറഞ്ഞാൽ ഉണ്ടാകുന്ന, നിങ്ങൾക്കുണ്ടാകുന്ന, എനിക്കുണ്ടാകുന്ന ഒരു അനുഭൂതി എത്രയാണ്. ആളുകളുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കുന്ന മികച്ച അവതരണമാണ് കഥകളും അനുഭവങ്ങളും ചരിത്രങ്ങളും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ?
നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അവരുടെ ഏറ്റവും ശാന്തമായ സമയത്ത് അവർക്ക് നല്ല നല്ല ചരിത്ര കഥകൾ പറഞ്ഞു കൊടുത്തോക്ക്. നിങ്ങളുടെ കുട്ടി നിങ്ങൾ അടുത്ത് വന്നിട്ട് ഇനിയുണ്ടോ എന്ന് ചോദിക്കും. അത് വലിയ ജ്യൂസും കേക്കും പേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവരുടെ മനസ്സിലെ മായാത്ത ഓർമ്മകളായി അവിടെ കിടക്കും. നമുക്ക് പറ്റിയുണ്ട് നമ്മളെ കുട്ടീനെ ചേർത്ത് പിടിച്ച് കഥ പറഞ്ഞു കൊടുത്ത ഒരു വാപ്പയാകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അല്ല, അവരൊക്കെ കടന്നുറങ്ങിയതിന് ശേഷം വീട്ടിലെത്തുന്ന ഒരാളാണോ നമ്മൾ? കഥകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞിടത്ത് പറയുന്നുണ്ട്, ഇതൊരു നല്ല മികച്ച അവതരണമാണ് കഥകൾക്ക്, അത് ഗുണപാഠമുണ്ടാക്കും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. അതിലെ നമ്മൾ വായിച്ച 36 സൂറത്തിലൂടെ ഇങ്ങനെ ഈ സൂറത്തിന്റെ ഈ കഥകൾ ഇങ്ങനെ പോവുകയാണ്. 36 സൂറത്തിന്റെ ഇടയിലൂടെ ഈ ചരിത്രം ഇങ്ങനെ പോവുകയാണ്. അതിലെവിടെയും അബദ്ധം സംഭവിക്കുന്നില്ല. പലയിടത്ത് പറഞ്ഞിട്ട് പോലും അവിടെ പറഞ്ഞതല്ലല്ലോ ഇവിടെ പറയുന്നത് എന്ന് ഒരു അബദ്ധപരമായ പ്രയോഗം വന്നില്ല. പിന്നെയോ കഥകൾക്ക് 3 ശൈലിയുണ്ട്. അതിൽ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഈജാസ് ആണ്. 2 സെന്റൻസ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അതിലൊരുപാട് കാര്യങ്ങൾ പെടും. ചില ആയത്തുകളിൽ കാണാം നമുക്ക് ഇത്തിനാബാണ്. ഇത്തിനാബ് എന്ന് പറഞ്ഞാല് കുറേ പാരഗ്രാഫായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അതേപോലെയുള്ള നല്ല പ്രയോജനകരമായിട്ടുള്ള ശൈലി സ്വീകരിക്കുന്ന ഒരു ഭാഗം ഖുർആനിലെ സാഹിത്യത്തിലൂടെ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മനോഹരമായ ചരിത്രമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. പല ഭാഗങ്ങളായി പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ കയറി പോയി അവസാനം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ വായിച്ച കാണാം, മക്കയിൽ ഇറങ്ങിയ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന ആയത്തുകൾ മുഴുവൻ മൂസാ നബി അലൈഹി ഇസ്ലാം ബനോ ഇസ്രായേലുകാരുമായി രക്ഷപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രക്കും പറഞ്ഞിട്ടുണ്ടാവുക. മദീനയിൽ ഇറങ്ങിയ ആയത്തുകളിൽ അധികവും ബനോ ഇസ്രായേലുകളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടായുള്ള അനുഭവങ്ങളും അവർ ചെയ്ത വാക്കുകളും അവർ പറഞ്ഞിരുന്ന വാക്കുകളും അവർ ചെയ്തിരുന്ന ഓരോ നിലക്കുമുള്ള നിലപാടുകളെ കുറിച്ചായിരിക്കും മദീനയിൽ ഇറങ്ങിയ ആയത്തുണ്ടാവുക. ആ 2 സാഹചര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. മക്കയിൽ എന്തുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരാൻ കാരണം പ്രവാചകന്മാരിലുള്ള വിശ്വാസവും മോചിതത്വം ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ. മദീനയിൽ എന്താണ് ആവശ്യം? മദീനയിൽ നിലപാടുകളും ഇസ്ലാമിക നിയമവിധികളുടെ പ്രസക്തിയും ഒക്കെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് നമ്മുടെ ഖുർആനിന്റെ പഠനത്തെ, വിശുദ്ധ ഇസ്ലാമിന്റെ പഠനത്തെ, നമ്മുടെ വായനയെ നമ്മളൊന്ന് ക്രമീകരിക്കണം. ഒരു 30 പേജുള്ള പുസ്തകമെന്ന് വിചാരിച്ചോളൂ. ഒരു ദിവസം 1 പേജ് വായിച്ചാൽ നമുക്കൊരു മാസം കൊണ്ട് ഒരു പുസ്തകം മുഴുവൻ വായിച്ചെടുക്കണം. 1 പേജ് വായിക്കാൻ ഒരു പണിയില്ല. വായനാശീലം വളർത്തിയെടുത്തേ പറ്റൂ. വിസ്ഡം ബുക്സ് എന്ന പേരിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ 100ഓളം പുസ്തകങ്ങൾ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞു. എത്ര പുസ്തകങ്ങളെ നമ്മൾ തുറന്ന് വായിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഉപകരിക്കുന്ന എന്നെന്നും ആവശ്യമുള്ള ചില കാര്യങ്ങൾ, കുഞ്ഞു പിറന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു പുസ്തകം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇരുന്നു കൊണ്ട് നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു പുസ്തകമാണ്, ഒരു പേജല്ല, ഒരു പുസ്തകം മുഴുവൻ ഒരു വിഷയത്തിന് ഡീറ്റെയിൽ ആയി നമുക്ക് പറഞ്ഞു തരാൻ, നമ്മുടെ സംശയങ്ങളെ നീക്കി തരാൻ. പ്രസിദ്ധനായ നമ്മുടെ ഇന്നത്തെ നല്ല ഒരു ദായിയായ പണ്ഡിതനായിട്ടുള്ള അബ്ദുൽ ജബ്ബാർ ഉസ്താദിന്റെ മദീനയുടെ ക്ലാസ്സുകളുടെ നമുക്കറിയാലോ അതിന്റെ ഗുണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത മലയാള ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക മര്യാദകൾ എന്ന് പറഞ്ഞ നീല ചട്ടുള്ളൊരു പുസ്തകമുണ്ട്. വീട്ടിലെ മര്യാദകൾ, സദസ്സിലെ മര്യാദകൾ, വിവാഹത്തിലെ മര്യാദകൾ, എല്ലാ കാര്യങ്ങളും ആയത്തും ഹദീസും വെച്ച്, സംഭവ ചരിത്രം വെച്ച് നമ്മളെ പഠിപ്പിക്കുക. 14 നൂറ്റാണ്ട് മുമ്പുണ്ടായ സംഭവങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രായോഗികമാണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ വായനക്കാരാവണം, അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ 1-ാമത്തെ ഭാഗം പറഞ്ഞു നോക്ക് നിങ്ങൾ. ആ കുന്നിന്റെ മുകളിലെത്തിയിട്ട് പറയാണ് മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞ വാക്ക്, നീ ചെരുപ്പൂരി വെക്കണം. ഒരു അദബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. കഴിഞ്ഞ ആഴ്ച നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഓതി നോക്കിയിട്ട് ഒന്നുകൂടെ അർത്ഥം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ
ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ. ഫലമ്മാ അതാഹ, അവിടെ എത്തിയപ്പോൾ, അതെവിടെയാണ്? എവിടെയാണ്? പർവ്വതത്തിനരികിലേക്ക് തീ കണ്ട ഭാഗത്ത് എത്തിയപ്പോൾ നോദിയ, വിളിക്കപ്പെട്ടു. നാദാ, വിളിച്ചു. നോദിയ, വിളിക്കപ്പെട്ടു. യാ മൂസ, അല്ലയോ മൂസ എന്ന് വിളിക്കപ്പെട്ടു. ഞാനപ്പോൾ പറഞ്ഞിരുന്നു പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് അവിടുന്ന് എന്താ സംസാരിച്ചത്? ഇന്നി അന റബ്ബുക, തീർച്ചയായും ഞാൻ ഈ സംസാരിക്കുന്നത് നിന്റെ റബ്ബാണ്. ഫഖ്ലഅൻ അലൈക്, നീ നിന്റെ ഇരു ചെരുപ്പുകളും ഊരി വെക്കുക. എന്തേ കാരണം? ഇന്നക, തീർച്ചയായും താങ്കൾ, ബിൽ വാദി, ഒരു വാദിയിലാണ്. എന്താ വാദി എന്ന് പറഞ്ഞാല്? വാദി പറഞ്ഞാൽ താഴ്വര. അപ്പോൾ നമ്മൾ മക്കത്തും മദീനത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വാദികൾ കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു വാദികൾ നിറഞ്ഞ പ്രദേശമായിരുന്നു, മലമ്പ്രദേശമാണല്ലോ മക്ക. അതിലൊരു പ്രദേശമാണ് വാദി അൽ മുഹസ്സർ. കേട്ടിട്ടുണ്ടോ? വാദി അൽ മുഹസ്സർ. വാദി മുഹസ്സർ എന്ന് പറഞ്ഞാല് നാശങ്ങളുടെ താഴ്വര എന്നാണ് അതിന്റെ അർത്ഥം. അത് പിന്നെ മിനയിൽ നിന്ന് ഇങ്ങനെ പോയി അറഫയിലേക്ക് പോണ ആ വഴിയോടത്താണ്, ഒരു സൈഡിലാണുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ നിർത്തൂല, നേരെ വിടും. സാധാരണ അറഫയിലെത്തിയാലും മിനയിലൊക്കെ എത്തിയാലും നമ്മൾ ഉംറക്ക് പോകുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് കയറിയാം. അവിടെ വാഹനങ്ങളൊന്നും അധികം നിർത്താതെ എല്ലാവരും വേഗത്തിൽ പോകും. എന്തേ? അവിടെ ഒരു നാശം ഇറങ്ങിയ സ്ഥലമാണ്. ഇപ്പോഴും മനസ്സിലായില്ല ഏതാ? മറ്റേ വരുണ്ടായല്ലോ, ആനക്കലഹ സംഭവം ഉണ്ടായില്ലേ? എന്നിട്ട് ആനകൾ, അബാബീൽ പക്ഷികള് വന്ന് നശിക്കപ്പെട്ട സംഭവം ഉണ്ടായല്ലോ. ആ നടന്ന സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞ വാദിൽ മുഹസ്സർ എന്ന് പറയുന്നത്. അപ്പോ ആ സ്ഥലത്തെ നമ്മൾ വാദി, ഒരു ചെറിയ താഴ്വരയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഖദ്ദസായ ഒരു താഴ്വര. വാദിൽ മുഖദ്ദസ്, പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയാണ്, നാശങ്ങളുടെ താഴ്വരയല്ല. വാദിൽ മുഖദ്ദസ്, പരിശുദ്ധ താഴ്വര. തുവാ എന്ന പ്രദേശത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ട ആ താഴ്വരയിലാണ് മൂസ നീയുള്ളത്. അതുകൊണ്ട് ചെരുപ്പൂരി വെക്കണം എന്നൊക്കെ അതിന്റെ ഇസ്ലാമിക മര്യാദകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരൽപ്പം വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഓതി നോക്കിയ ആയത്തുകൾ. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഇനി സംസാരം തുടരുകയാണ്. മൂസാ നബിയോട് അല്ലാഹു സംസാരം തുടരുകയാണ്. വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഈ രണ്ടായത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി തരുന്ന ഭാഗം നിങ്ങൾ ഖുർആനിൽ നോക്കിയിട്ട് തന്നെ ഓതും. വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ وأنا اخترتك فاستمع لما يوحى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني واقم الصلاة لذكري.
ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. وأقم الصلاة لذكري وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني. وأقم الصلاة لذكري. ഈ ആയത്തുകൾ ഓതുമ്പോഴേ ഇതിൽ മൂന്ന് സ്ഥലത്ത് വന്ന വാക്കാണ് അന. വ അനഖ്തർതുക, അനല്ല, അന ഫഅബ്ദുനി. അല്ലേ? അവിടേക്ക് ചിലർ ആരോ അനാ ഫഅബ്ദുനി, അവിടെ ആ അലിഫ് അവസാനത്തിൽ വരുന്ന അലിഫ് അത് ഉച്ചരിക്കാതെ സൈലന്റ് ആയിട്ടാണ് ഓതേണ്ടത്. അനാ ഇഖ്തർതുക എന്ന് പറയണ്ട, അനാ ഫഅബ്ദുനി പറയണ്ട, അന പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു അലിഫാണ് ഫാ ഇസ്തമിഅ എന്നായിരിക്കും കൊടുത്തിണ്ടാവുക. അത്തരം ഘട്ടങ്ങൾ വരുന്നിടത്തുള്ള ആ അലിഫും ഉച്ചരിക്കപ്പെടൂല, ഫസ്തമിഅ എന്ന് പറയാം. അത് വിശദീകരിച്ച് പറയേണ്ട ഒരു ഭാഗമാണ്. ഒരു കാര്യം അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന് വഅഖിമിസ് സ്വലാത ലിദിക്രി. ലിദിക്രി കാഫ് ആണ്, ദിക്രി എന്ന് പറയാതെ ദിക്രി. വഅഖിമിസ് സ്വലാത ലിദിക്രി. അവിടെ യായിന്റെ മുകളിൽ മദ് കൊടുത്തിട്ടുണ്ട്, കാരണം തൊട്ടടുത്ത പദം അലിഫാണ്, ഹംസയാണ് വരുന്നത്. وأنا اخترتك فاستمع لما يوحى. وأنا അല്ലാഹ് സംസാരിക്കാണ്, നീ താഴ്വരയിലാണ് ഉള്ളത്. വഅന ഞാൻ, ഇഖ്തർതുക ഇതാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇഖ്താറ എന്ന് പറഞ്ഞാല് തെരഞ്ഞെടുക്കുക എന്നാണ്. വഅന ഞാൻ, ഇഖ്തർതുക നിന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വിശദീകരണം ഇസ്തഫൈനാക. എന്താ മുസ്തഫ എന്ന് പറഞ്ഞാല്? മുസ്തഫ തെരഞ്ഞെടുക്കുക, പരിശുദ്ധനാക്കി തെരഞ്ഞെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പ്രവാചകനായി മൂസാ നബിയെ നിങ്ങളെ നാം സെലക്ട് ചെയ്തിരിക്കുന്നു. വഅനഖ്തർതുക ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഫസ്തമി. എന്താ ചെയ്യണ്ടേ? ഫസ്തമി. എന്താ അർത്ഥം? ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ട് തരത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഒന്ന് സമിഅ, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക. മറ്റൊന്ന് ഇസ്തമഅ, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ. എന്താ വ്യത്യാസം? സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ്, ഇസ്തമഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ്. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? എന്താ ഒരു വ്യത്യാസമില്ലേ? എന്നാ പിന്നെ രണ്ടുപേരെ പോലെ പറഞ്ഞ പോലെ. ഒന്നാമത്തെ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞത് വഹിയ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമിഅ എന്ന് മാത്രം പറഞ്ഞാൽ യകൂനു ബിഖസ്ദിൻ വമിൻ ദൂനി ഖസ്ദിൻ, പ്രത്യേക ഒരു ലക്ഷ്യമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കണേനാണ്. ഇപ്പൊ നമ്മൾ റേഡിയോ കേൾക്കണമാതിരി അങ്ങനെ കേൾക്കും. അവരങ്ങനെ പറയും. നമ്മൾ ആൾക്കൂട്ടത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കും. അതൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ, മനസ്സ് കൊടുക്കാതെ, വലിയ ശ്രദ്ധ കൊടുക്കാതെ ഒരു കാര്യം കേൾക്കണേനാണ് സമിഅ എന്ന് പറയാൻ. എന്നാൽ ഇസ്തമഅ എന്ന് പറഞ്ഞാൽ യകൂനു ബിഖസ്ദിൻ മിൻ അജ്ലിൽ ഇസ്തിഫാദ, ഞാൻ ഇത് കേട്ടാൽ എനിക്കതിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രയോജനമുണ്ട് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധ കൊടുത്ത്, ചെവി കൊടുത്ത്, മനസ്സ് കൊടുത്ത് കേൾക്കണേനാണ് എന്ത് പറയാ?
ഇസ്തമഅ എന്ന് പറയാം. മൂസാ നബിനോട് ഇസ്മഅ എന്നാണോ പറഞ്ഞ്? അല്ല, ഇസ്തമി, ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോണത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് ആ ഒരു വാക്കിനെ നമ്മൾ ഗൗരവത്തിൽ, ഒരു ഖുർആൻ പഠിതാക്കൾ നിലയ്ക്ക് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ക്ലാസ്സിന് വരുന്ന ആൾക്കാർ, വരാത്ത ആൾക്കാരെ വേറെ വിഷയം, അതിനിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. വരുന്ന ആൾക്കാരിൽ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് ഇസ്തിമാ ഉണ്ടാകുക. ശ്രദ്ധിച്ച് കേൾക്കുക. ആകെ 20 മിനിറ്റ് 30 മിനിറ്റ് 40 മിനിറ്റ് നമ്മൾ കാര്യമായിട്ട് പറയുള്ളൂ. ആ പറഞ്ഞത് ഇസ്തിമാ ഉണ്ടാവുക. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി. അവർക്ക് നബിതങ്ങൾക്ക് വഹീ ലഭിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഓതുന്ന പഠിക്കുന്ന ഖുർആനിന്റെ ആയാത്തുകൾ ജിന്നുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഖുർആനിലെ ആയത്ത് സൂറത്തുൽ ജിന്നിൽ അവർ ശ്രദ്ധിച്ച് കേൾക്കാന്നാ പറഞ്ഞു. നല്ലവരായ ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു, അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. ഫയത്തബിഊന അഹ്സന, എന്നിട്ട് കേട്ടിട്ട് അതിലേറ്റവും മികച്ച നന്മയെ പിൻപറ്റുന്നവരാണ് സന്മാർഗികൾ. ആദ്യം പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്, നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാർ. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് നന്മ പിൻപറ്റുന്നവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് സന്മാർഗം ലഭിക്കപ്പെട്ടവർ. എന്നിട്ടൊരു കാര്യമില്ല, മാത്രമല്ല ഖുർആനിന്റെ വിഷയം പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഖുർആൻ ഓതുന്നോടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, നിങ്ങളത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദത പാലിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന കാര്യത്തെ പറ്റി നമുക്ക് ബോധം ഉണ്ടാവണം. പടച്ചോൻ റഹ്മത്ത് തരുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചെയ്യുന്ന വലിയൊരു പണിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഖുർആനിന്റെ ആയാത്തുകൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കണോ. അള്ളാഹു അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. ഓരോ അക്ഷരങ്ങൾക്കും പുണ്യമുണ്ടെന്ന് ഓതുന്നതിനൊക്കെ പ്രതിഫലം പറഞ്ഞതാണ്. നമ്മുടെ തുലാസിൽ അതിൻ്റെ അമലുകൾ അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നോക്കൂ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ ഉപദേശം ഇതാണ്, ഫസ്തമിഅ, മൂസ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ലിമാ യൂഹാ, താങ്കൾക്ക് വഹി നൽകുന്ന വിഷയത്തിൽ, വഹി ബോധനം നൽകപ്പെടുന്നതിന്, വഹി ദിവ്യബോധനം, ദൈവിക ബോധനത്തിന് വഹി എന്ന് പറയുന്നത്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹി ലഭിക്കുക, ദൈവിക ബോധനം ലഭിക്കുക. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ മൂസാ നബിയെ താങ്കളൊന്ന് നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ ആയത്തൊന്ന് ഓതി നോക്കി. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഇന്നനി, തീർച്ചയായും ഞാൻ, നിശ്ചയമായും ഞാൻ, അനല്ലാഹ്, ഞാനാണ്, അല്ലാഹുവാണ്. ഞാൻ പറയാൻ പോണ ഉപദേശം ആദ്യം നേരത്തെ പറഞ്ഞു ഞാൻ റബ്ബാണ്. ഇപ്പൊ പറഞ്ഞു ഇന്നനി അനല്ലാ, ഞാൻ അല്ലയാണ്. ലാ ഇലാഹ ഇല്ലാ അന. അതിന്റെ അർത്ഥം അറിയില്ലേ? എന്താ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു വല്ലാതെ ആരാധനക്ക്. ലാ ഇലാഹ ഇല്ല അന എന്ന് പറഞ്ഞാലോ, ഞാനല്ലാതെ വേറെ ഒരു ഇലാഹില്ല. നമ്മുടെ മുമ്പ് കടന്നുപോയ നബിമാരുടെ സന്ദേശം പറഞ്ഞ സമയത്ത് ഖുർആൻ പറഞ്ഞു, നബിയെ നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള മുഴുവൻ നബിമാരോടും ഞാൻ പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല. ഇത് പറയാനാണ് ലോകത്ത് അമ്പിയാക്കന്മാർ വന്നത്. ഇത് പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അത് ദഅവത്ത് നടത്താനുമാണ് പ്രവാചകന്മാർ വന്നിരിക്കുന്നത്. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കന്മാർ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. യഥാർത്ഥ ഉലമാക്കന്മാർ പറയേണ്ടത് അള്ളാനെ ആരാധിക്കാനാണ്, കല്ലിനെ ആരാധിക്കാനല്ല.
ഖബറിനെ ആരാധിക്കാനല്ല, മരങ്ങള് ആരാധിക്കാനല്ല. മരങ്ങളെ തവാഫ് ചെയ്താൽ, കൊടിമരത്തിനെ തവാഫ് ചെയ്താൽ ഹജ്ജ് ചെയ്ത കൂലിണ്ടെന്ന് പറയാനല്ല ഒരു ഉലമാക്കന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞ അവരുടെ പണി. അള്ളാനെ ആരാധിക്കണം എന്ന് പറയണം. അത് പറഞ്ഞ എല്ലാ നബിമാർക്കും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞ നബിമാരെ കൊന്നിട്ടുണ്ട്. അത് പറഞ്ഞ നബിമാരെ നാട് കടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ലോകത്ത് നടന്നതാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഒരു രക്ഷാദൗത്യമാണ്. പടച്ചോനല്ലാതെ ഒരു ഇലാഹില്ലെന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്വം. മൂസാ നബിയോട് ഒന്നാമത് പറയാ, ഞാനാണ് അല്ലാഹ്, ഞാനല്ലാതെ ഒരു ഇലാഹില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഫഅ്ബുദിനി, ആകയാൽ നീ എന്നെ ആരാധിക്കണം. ഞാനാണ് റബ്ബ്, ഞാനാണ് അല്ലാഹ്, ഞാനല്ലാതെ ഇലാഹില്ല, എന്നെ നിങ്ങൾ ആരാധിക്കണം. എന്താ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ചില ആളുകളുടെ സംസാരം കേട്ടാൽ നമ്മൾ തോന്നിപ്പോവും, വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തിൽ പോലും അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാനുള്ള ഒരു കൽപ്പന ഇല്ല. എന്നിട്ട് പോലും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തൊക്കെ തെരഞ്ഞു നടന്നിട്ട് അതിൻ്റെ ഉള്ളിന്ന് ഫത്വകൾ ഉണ്ടാക്കി അതിൻ്റെ കിതാബിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഉദ്ധരണി കിട്ടാൻ വേണ്ടി നടക്കുന്ന ആളുകൾ കിട്ടണില്ല. കാരണം അത് അസ്ലാണ്, അടിത്തറയാണ്. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാൻ ഒരു നിർദ്ദേശവും പ്രമാണങ്ങളിൽ വരൂല. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുമ്പ് കടന്നു വന്ന നബിമാരും സംസാരിച്ചതിൽ ഏറ്റവും മികച്ച ശ്രേഷ്ഠമായ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് എതിരെ പ്രവർത്തിക്കുന്നവർ അമ്പിയാക്കന്മാരുടെ മാർഗത്തിലല്ല. ഫഅ്ബുദിനി, എന്നെ ആരാധിക്കണം. ഇപ്പൊ വിശ്വാസം പഠിപ്പിച്ചു, അല്ലാഹുവിലുള്ള ഇബാദത്ത് പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞ വാക്ക് വാഖിമിസ്സലാത്ത ലിദിക്രി, വാഖിമിസ്സലാ, നമസ്കാരം നീ നിലനിർത്തണം. ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി. അത് പഠിക്കണം. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മൂസാ നബിയോട് ഫസ്തമിഅ ലിമാ യൂഹാ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫസ്തമിഅ ലിവഹീന, വഹിയാണ് ഈ തരുന്നത്, അത് ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലദീ നൂഹീഹി ഇലൈക, നിങ്ങൾക്ക് വഹിയായി നൽകുന്ന കാര്യം വഅഹു, അത് ശ്രദ്ധിക്കണം, പരിഗണിക്കണം. വഅമൽ ബിഹി, ആ വഹിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് അർത്ഥം. കേൾക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ കേട്ടിരിക്കണം എന്നല്ല. ഇമാം ഖുർത്തുബി തഫ്സീറിൽ രേഖപ്പെടുത്തിയപ്പോൾ വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുള്ളയുടെ ഒരു കൗലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഈ ശ്രദ്ധിച്ചു കേൾക്കണം എന്നിങ്ങനെ പറഞ്ഞ ഒരു വഹീൻ്റെ വിഷയത്തിൽ? മിൻ ആദാബിൽ ഇസ്തിമാ, നമ്മളൊക്കെ പഠിച്ചു വെക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആദാബുകളിൽ പെട്ടതാണ് മര്യാദ. നമുക്കങ്ങനെ കഴിയുണ്ടോ നോക്കിയാൽ മതി. ചില മര്യാദകളുണ്ട്. എന്തൊക്കെയാണ്? സുക്കൂനൽ ജവാരി, ഒന്ന് നല്ല അടക്കത്തിൽ ശ്രദ്ധിച്ചു കേൾക്കുക. അടക്കത്തിലും ഒതുക്കത്തിലും ശരീരം അടങ്ങി ഒതുങ്ങി ഇരുന്ന് കേൾക്കുമ്പോഴേ ഇസ്തിമാ ഉള്ളൂ. വഗള്ളുൽ ബസർ, കണ്ണുകളെ നിയന്ത്രിക്കുമ്പോഴാണ് ശ്രദ്ധിച്ച് കേൾക്കൽ ഇസ്തിമാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നോക്കുക, എന്നിട്ട് നമ്മൾ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കലല്ല. സംസാരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയാണ് ആ കേൾക്കലാണ് ഇസ്തിമാ. അതുപോലെ തന്നെ വൽ ഇസ്ഫാഉ ബിസ്സംഇ, ഇസ്ഗാഉ ബിസ്സംഇ, ചെവി കൊടുക്കലാണ്. ചിലപ്പോൾ കണ്ണുപടണ്ടാവും, ചെവി പടല്ലെങ്കിൽ ഇസ്തിമാ അല്ല. ചെവി കൊടുക്കലാണ് ഇസ്തിമാ. വഹുദൂറുൽ അഖൽ, കണ്ണുണ്ട് ചെവിണ്ട്, അഖിലുണ്ടാവൂല. ചിലപ്പോ എന്താ അഖില്? ബുദ്ധി. അവർക്ക് ബുദ്ധി കൊടുക്കണില്ല, മനസ്സ് കൊടുക്കണില്ലെങ്കിൽ അത് ഇസ്തിമാ അല്ല. ശ്രദ്ധ കൊടുക്കലാണ്. വൽ അസ്മു അലൽ അമൽ, ശ്രദ്ധിച്ചു കേൾക്കൽ എന്ന് പറഞ്ഞാൽ കേട്ട കാര്യം പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കൽ കൂടെ അതിൻ്റെ അദബാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് കേൾക്കണെന്നാണ് വഹബ് മുനബ്ബഹ് റഹിമഹുള്ളയുടെ ആ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ അത് അങ്ങനെ വായിച്ചപ്പോൾ കാണാം, അദ്ദേഹത്തിൻ്റെ തഫ്സീറിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ആയത്ത് എടുത്തിട്ട് ആ ആയത്തിനകത്ത്
നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുണ്ട്. ഒരു ശൈലിയാണ്. നമുക്ക് ഈ ആയത്തിൽ ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അധികം ആയത്തും വിശദീകരിക്കുന്നത്. അങ്ങനെ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അതിൻ്റെ അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന ആ ഭാഗം മാത്രം ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇതിൽ നമുക്ക് 7 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ആയത്തിന്റെ പകുതി അഖിമിസ് സ്വലാത്ത് ലിദിക്രി, എന്താർത്ഥം? നീ നമസ്കാരം നിലനിർത്തുക, ലിദിക്രി എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നിലനിർത്തുക. നമ്മൾ അള്ളാനെ ഓർക്കാനാണ് നിസ്കരിക്കുന്നത്. നമ്മൾ നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ കൈകെട്ടി 5 നേരം നമ്മൾ അങ്ങനെ നിസ്കരിക്കാം. ആ നിസ്കാരത്തിൽ നമ്മൾ എത്ര തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്? മൊത്തം എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ പറയണ്ടല്ലോ. അങ്ങനെ നമസ്കാരത്തിനകത്ത് വിവിധ ഘട്ടങ്ങളിൽ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. 5 തവണ നമസ്കരിക്കുന്ന ഒരു വ്യക്തി 94 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അത് അള്ളാനെ ഓർക്കലാണ്, അത് അള്ളാനെ സ്മരിക്കലാണ്. ബാങ്ക് വിളിക്കുന്ന വ്യക്തി 30 തവണ ബാങ്കിന്റെ ഇടയിലൂടെ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. എങ്കിൽ നിസ്കാരം അള്ളാനെ ഓർക്കാനാണ്. നമ്മൾ കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നതിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അള്ളാനെ പറ്റിയാണ്. കടയിൽ ആളുണ്ടോ, ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഓടാൻ പറ്റുക, ആരെങ്കിലും വിളിച്ചിക്കണോ, വാട്സപ്പിൽ എന്തെങ്കിലും വന്നിക്കണോ, ഇതൊക്കെയാണ് നമ്മളെ തലേൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നത്. എന്നാൽ നിസ്കാരം എന്ന് പറഞ്ഞ സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് പടച്ചോനെ കുറിച്ചുള്ള ചിന്തകളാണ് വരേണ്ടത്. അത് ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയും കാണാം. അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കാം. അപ്പോൾ നിസ്കരിക്കാൻ തന്നെ മറന്നാലോ? അള്ളാനെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണ തന്നെ മറന്നാൽ എന്താ ചെയ്യാ? ദുഹർ ബാങ്ക് കൊടുത്തു, അസറിന്റെ സമയാകാനായി, അദ്ദേഹം നിസ്കരിക്കാൻ മറന്നുപോയി, എന്താ ചെയ്യാ? നിസ്കരിക്കണ്ടേ? എപ്പോ നിസ്കരിക്കാം? അല്ലെങ്കിൽ എപ്പോഴാണോ അദ്ദേഹം എപ്പോഴാണോ ഓർമ്മ വന്നത് അപ്പ നിസ്കരിക്കാം. അവിടെ പിന്നെ സമയമുണ്ടോ, നിസ്കാരം നിരോധിച്ച സമയമാണോ എന്നൊന്നും നോക്കണ്ട. മറന്ന വ്യക്തി എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പൊ നമസ്കരിക്കാം. ഉറങ്ങിയ വ്യക്തി എപ്പോൾ നമസ്കരിക്കണ്ട്? ഒരാൾ നമസ്കാരത്തിന്റെ സമയത്ത് അറിയാതെ ഉറങ്ങിപ്പോയി. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഫോണുണ്ട്, അലാറങ്ങളുണ്ട്, സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇനി ഒരാൾ അങ്ങനെയൊന്നും ഇല്ലാതെ യാദൃശ്ചികം ഉറങ്ങിപ്പോയി, നമസ്കാരത്തിന്റെ സമയം കഴിയാനാകുന്നു, അയാൾ എന്താ ചെയ്യുക? എപ്പോഴാണോ അയാൾ ഉണർന്നതെങ്കിൽ അയാൾ അപ്പം നിസ്കരിക്കണം. ചില ആൾക്കാർക്ക് നിസ്കാരത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് ഇളവ് കൊടുത്തറിയോ? ഉറങ്ങുന്ന ഒരു വ്യക്തി ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ കുറ്റക്കാരനല്ല. അതിന്റെ അർത്ഥം നിസ്കരിക്കണമൊക്കെ ഇങ്ങനെ കടന്നുറങ്ങാന്നല്ല. ഉറക്കത്തിൽ പെട്ടുപോയാൽ ഉറങ്ങിപ്പോയാൽ അയാൾ എപ്പോഴാണോ എണീക്കുന്നത് വരെ അയാൾ കുറ്റക്കാരനല്ല. എണീറ്റിട്ടും നിസ്കരിക്കുന്ന കുറ്റക്കാരനാണ്. അതേപോലെ തന്നെ ഹത്താ നസിയ, മറക്കുന്ന വ്യക്തി കുറ്റക്കാരനല്ല. ഏതുവരെ? ഇതാ ദക്കർ, അയാൾക്ക് ഓർമ്മ വരുന്നത് വരെ അയാൾ കുറ്റക്കാരനല്ല. ഹത്തത്തിഫിൽ, ഒരു കുട്ടി കുറ്റക്കാരനാവുകയില്ല. ഹത്തൽ ബുലു, പ്രായപൂർത്തിയും പക്വതയും എത്തുന്നത് വരെ അവന്റെ നമസ്കാരത്തിൽ വന്ന വീഴ്ചകൾ അവൻ കുറ്റക്കാരനാവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്ന് ഈ ആയത്തുനിന്ന് പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ചേകനൂർ മൗലവിയെ പോലെയുള്ള നമസ്കാരം 5 ആവശ്യമല്ല, 3 മതി, 3 തന്നെ ആവശ്യമല്ല. ഖുർആൻ പറഞ്ഞിരിക്കുന്നു, അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കാരം നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഓർത്താ മതി, നിസ്കരിച്ചോളണമെന്നില്ല. അവരും ഓതുന്നത് ഖുർആനിലെ ആയത്താണ്. പക്ഷെ എന്താ പ്രശ്നം? സ്വഹാബത്ത് മനസ്സിലാക്കിയ പോലെ അല്ല. ഈ ആയത്ത് ഓതിയ സ്വഹാബത്ത് ഓർത്തിരിക്കല്ലേന്നു, നിസ്കാരത്തിലൂടെ ഓർക്കായിരുന്നു. ഈ ആയത്തിനെ മനസ്സിലാക്കിയ താബിഈങ്ങൾ നിസ്കാരം ഒഴിവാക്കി 5 ഒഴിവാക്കി 3 ആക്കി നടക്കല്ലായിരുന്നു. അവർ 5 നമസ്കരിച്ച് അല്ലാഹനെ ഓർക്കായിരുന്നു. അപ്പൊ അതൊന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട ഭാഗമാണ്. വഅഖിമിസ് സ്വലാ മാത്രമല്ല, അതിലെ മസ്അലകളിൽ പറഞ്ഞൊരു ഭാഗം, നിങ്ങൾ നിസ്കരിക്കൂ എന്നാണെങ്കിൽ എന്താ പറയേണ്ടത് അറബിയിൽ? നിങ്ങൾ നിസ്കരിക്കൂ. എന്താ അറബിയിൽ പറയാ? സൊല്ലൂന്ന് മതി.
സൊല്ലൂന്ന് മതി. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇവിടെ പറഞ്ഞ വാക്കെന്താ? അഖീമിസ് സ്വലാന്നാണ്. എന്താ അതിന്റെ അർത്ഥം? നിസ്കരിക്കണം എന്നല്ല. എന്താ? നിസ്കാരം നിലനിർത്തണം എന്നാണ്. നിസ്കാരം നിലനിർത്തണം എന്നാണ്. അതിന്റെ തഫ്സീർ വായിക്കുമ്പോൾ ഇമാം ഖുർത്തുബി പറയാണ്, നിസ്കാരം നിലനിർത്താൻ തുടങ്ങേണ്ടത് മുറു ഔലാദക്കും അലാ സബ്ഇ സിനീൻ. എത്രാമത്തെ വയസ്സ് മുതൽ? 7ാമത്തെ വയസ്സ് മുതൽ നിസ്കാരം ശീലിച്ച് തുടങ്ങണം. അത്ര ചെറുപ്പത്തിൽ തുടങ്ങാൻ പറഞ്ഞ ഒരു ഇബാദത്ത് വേറല്ല. അത് നിലനിർത്തി കൊണ്ടുവരുന്നതിന്റെ ഒരു കണക്കാണ് ആ പറയണത്. എത്ര വരെ അത് നിലനിർത്തണം? മരിക്കുന്നത് വരെ നിസ്കരിക്കണം. ഒരാൾക്ക് മരിക്കുന്നത് വരെ ബോധം നഷ്ടപ്പെടുന്നത് വരെ നമസ്കരിക്കണം. ഇഖാമത്തി സ്വലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സമയബന്ധിതമായി നിസ്കരിക്കലാണ്. പറഞ്ഞു വെക്കാനുണ്ട്. ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കലാണ്. ഇമാമിന്റെ കൂടെ ആദ്യ റക്അത്ത് മുതൽ ലഭിക്കാനുള്ള ശ്രമത്തിനാണ് ഇഖാമത്ത്. പല വിശദീകരണം വന്നിട്ട് എല്ലാം പെടുന്നതാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഷർത്തുകളും റുക്നുകളും പാലിച്ചു നിസ്കരിക്കലാണ്. ഇങ്ങനെ ഇഖാമത്തി സ്വലാ എന്ന ഭാഗം വിശുദ്ധ ഖുർആൻ 80ഓളം ആയത്തിൽ പറഞ്ഞത് അഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി. പഠിച്ചിട്ടില്ലേ? നമ്മൾ പറഞ്ഞിരുന്നു, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആ. റബ്ബേ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ. മതിയോ? വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. ഉമ്മാക്കും ബാപ്പാക്കും ഇല്ലാത്ത ഗുണം ഒരിക്കലും മക്കൾക്ക് പ്രതീക്ഷിക്കണ്ട. ഒരു പെൺകുട്ടി സാധാരണപ്പെട്ട കാലത്ത് എല്ലാ പെൺകുട്ടികളും പറയാം കല്യാണം വേണ്ട കല്യാണം വേണ്ട എന്ന് പറയാം. കുറച്ച് കഴിയട്ടെ, കുറച്ച് വൈകിട്ട് മതി, ഡിഗ്രി കഴിയട്ടെ, ജോലി ആവട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തകർത്ത് വരെ നമുക്കങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. ഒരു പെൺകുട്ടി 18 വയസ്സ് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ പറഞ്ഞു എനിക്ക് വേഗം വിവാഹം വേണം. അപ്പോൾ ഇവരോട് ചോദിച്ചു, മോളോട് ചോദിക്കണേ, എന്താ മോളെ അങ്ങനെ പറയാൻ കാരണം? എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആ സ്നേഹ ജീവിതം കണ്ടപ്പോഴെനിക്ക് കൊതിയായി ഒരു ദാമ്പത്യ ജീവിതത്തിന്. അവർ തമ്മിലുള്ള പെരുമാറ്റവും ആ സ്നേഹബന്ധവും കണ്ടപ്പോൾ ഒരു ദാമ്പത്യത്തിന് എനിക്ക് മോഹമായി. കണ്ടില്ലെങ്കിൽ അന്വേഷിക്കുന്ന, വരുമ്പോഴുള്ള സ്വീകരണം നൽകുമ്പോൾ ആ പരസ്പര ബന്ധം കണ്ടിട്ട് തൻ്റെ മകൾക്കൊരു നല്ല വിവാഹം വേണമെന്ന് തോന്നി. ഇതേപോലെ നമ്മുടെ നമസ്കാരവും ദിക്റുകളും പ്രാർത്ഥനയും വീട്ടിലെ മര്യാദകളൊക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ വേണമെന്ന തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതാണ് രക്ഷിതാവിൻ്റെ വിജയം. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് പറഞ്ഞ വാക്കെന്താ? യാ ബുനയ്യ അഖീമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാനിൽ മുൻകർ വസ്ബിർ അലാ മാ സബർ. ഇഖാമത്തി സ്വലാ, നിസ്കാരം നിലനിർത്തുക എന്നത് ഉപദേശമായി കൊടുത്തിട്ടുണ്ട്. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. രണ്ടായത്തൊന്നുകൂടി ഓതിക്കോളൂ. വഅന ഖ്തർതുക ഫസ്തമി' ലിമാ യൂഹാ ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. അപ്പോൾ 4 ആയത്തുകൾ ഏകദേശം നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി വരുന്ന ആയത്തുകൾ 15ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. മുടങ്ങാതെ സാധ്യമാകുന്ന അത്രയും ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാനും ക്ഷണിക്കാനുള്ളവരെ, അറിയാത്തവരെ, ക്ലാസ് ഉണ്ടെന്ന് അറിയാത്തവരെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധ്യമാകണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന, ചിലപ്പോൾ ഒരു ഫോൺ വിളിയാവാം, ചിലപ്പോൾ ഒരു പൈസ സംഖ്യയായി കൊടുക്കലാവാം, ചിലപ്പോൾ ഒരു സംഘാടകനാകാനാവും, ചിലപ്പോൾ ഒരു ക്ലീനിങ് ആവും. എന്താണോ നമ്മളെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് കൊടുക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അവൻ നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ.